ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധനായ കർത്താവേ, തിരുമുമ്പാകെ ഞങ്ങൾക്ക് കൂടി വരുവാനും കർത്താവിനെ സ്തുതിപ്പാനും ഓർത്തപ്പെടുത്തുവാനും ദൈവമേ അവിടുന്ന് കൃപയായിട്ട് സഹായിച്ചുകൊണ്ട് സ്തോത്രം. ഐസിൻ്റെ ഓരോ ദിനവും ദൈവത്തിൻ്റെ കൃപയെയും നന്മയും അനുഗ്രഹത്തെയും ഓർക്കുവാനായിട്ട് തിരുമുമ്പാകെ സ്തുതി സ്തോത്രങ്ങളോടെ ജീവിക്കുവാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കുന്നതിനായിട്ട് സ്തോത്രം കരയറ്റുന്നു. കർത്താവെ, തിരുമുമ്പാകെ കടന്നു വന്നിരിക്കുന്ന അങ്ങേ ആരാധിപ്പാനായിട്ട് സ്തുതിപ്പാനായിട്ട് ഒരുക്കത്തോടെ ആയിരിക്കുന്ന ഓരോ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ, ദൈവകൃപയിൽ പൊതിയണമേ. കർത്താവെ, തിരുമുമ്പാകെ ഞങ്ങൾ കഴിക്കുന്ന ആരാധനയൊക്കെയും സുഗ്രാഹ്യമായ യാഗമായി അവിടുന്ന് സ്വീകരിക്കണമേ. എല്ലാ കൃപയിലും നന്മയിലും ഞങ്ങളെ ഉറപ്പിച്ച് ബലപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ഗീതങ്ങളുടെ 24-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. യേശു എന്നുള്ള നാമമേ ലോകമെങ്ങും വിശേഷ നാമമേ. ആരാധനയ്ക്കും സ്തുതിക്കും യോഗ്യനായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ദൈവമാത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിനും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അതിരുകളെ തുറക്കണമേ. ഞങ്ങളുടെ വായി നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. സ്തുതിലിത്താനികളിൽ രണ്ടാമത്തെ ലിത്താനിൽ നമുക്ക് പങ്കുചേരാം. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടി വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കാം.
നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു. നാം അവന്റെ ജനവും അവന്റെ കൈകളുടെ ആടുകളും തന്നെ. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവന്റെ വിശ്വസ്ഥലത്ത് ആർ നിൽക്കും? വെടിപ്പുള്ളവൻ ഹൃദയമുള്ളവൻ, വ്യാജം മനസ്സിലാതെ കള്ളസാക്ഷ്യം ചെയ്യാതെ ഇരിക്കുന്നവൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനമുണ്ട്. ഞങ്ങളോ അവനോട് മത്സരിച്ചു. അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങൾ മുമ്പിൽ വെച്ചിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം നടപ്പാൻ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. ദൈവത്തിന്റെ കന്യാങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമാണുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുമെൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ ഞാൻ സ്വർഗ്ഗത്തോട് നിന്നോട് പാപം ചിന്തിക്കുന്നു എന്ന് പറയും. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ജ്ഞാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിന്നിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയവരങ്ങളെ ഞങ്ങളുടെ മേൽ പകരണമേ. വിശുദ്ധമായ ശാന്തസമയം ദൈവിക കാര്യങ്ങൾ ഞങ്ങൾക്ക് പ്രയോജനകരമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തേക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുമെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തരുവാനും വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അവൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിൽ ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ വിലയിരുത്തൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സ്വർഗത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തും അവനുമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ കുറവുകളെയും പോരായ്മകളെയും ദൈവസന്നിധിയിൽ താഴ്മയും വിനയമായിട്ട് നമുക്ക് ഏറ്റുപറയാം. നാലാമത്തെ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ, ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങളോട് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങളോട് ക്ഷമിച്ച് സകല ദോഷങ്ങളും ഞങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഫലപ്പെടുത്തി പ്രവേശിക്കണമേ. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങളും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമനസ്സോടെ നിന്നെ സേവിപ്പാനായിട്ട് അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് നിങ്ങളുടെ കർത്താവായ യേശു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. കർത്താവിനെ സ്തുതിപ്പിൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. 100-ാം സങ്കീർത്തനം നമുക്ക് പ്രതിവാക്യമായി ചൊല്ലാം. സകല ഭൂവാസികളുമായുള്ളവയെ യഹോവയ്ക്ക് ആർപ്പെടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവം നൽകുവിൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകും. അവന്റെ ജനവും നാടുകളും തന്നെ. അവന്റെ വാതിലുകൾ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങൾ സ്തുതിയോടും കൂടെ വരുവിൻ. അവനെ സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. അവന്റെ വിശ്വസ്തത തലമുറയായിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഈ സമയത്ത് ഇന്നത്തേക്ക് വായ്പാ നിശ്ചയിച്ചിരിക്കുന്ന 1-ാം പാഠം വായിച്ചു കേൾക്കാം. ഇന്ന കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന 1-ാം വേദഭാഗം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 12 വരെ. എക്സോഡസ് ചാപ്റ്റർ 3 വേഴ്സസ് 1 to 12. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 12 വരെ എഴുതിയിരിക്കുന്ന ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ. മോശ മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായിയപ്പനുമായ യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ
ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേവ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിൻ്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിന്റെ പിതാവായ ദൈവമാകുന്നു എന്ന് നിന്റെ പിതാവിൻ്റെ ദൈവമാകുന്നു എന്നും അവൻ അരുളി ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ടു, മുഖം മൂടി. യഹോവ അരുളി ചെയ്തത്, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. അവർ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോസ്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രൈമ്യർ മിസ്രൈമ്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കലയക്കും. മോശ ദൈവത്തോട് ഫറവോൻ്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിപ്പാനും ഞാൻ എന്തുള്ളൂ എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ ജനത്തെ മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിങ്കൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളം ആകുമെന്ന് അരുളി ചെയ്തു. ഇങ്ങനെ ഇവിടെ 1-ാം വേദഭാഗം വായിച്ചവസാനിക്കുന്നു. ഇന്നത്തേക്ക് വായിക്കാൻ വെച്ചിരിക്കുന്ന സങ്കീർത്തനം ഈ സമയത്ത് വായിച്ചു കേൾക്കാം. സങ്കീർത്തനം 111 വാക്യപ്രതിവാക്യമായിട്ട് പറയാം. സാംസ് 111. യഹോവയെ സ്തുതിപ്പിൻ, ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. യഹോവയുടെ പ്രവർത്തികൾ വലിയവയും അവയിൽ ഇഷ്ടമുള്ളവരെയൊക്കെയും ശോധന ചെയ്യേണ്ടിയവയും ആകുന്നു. അവൻ്റെ പ്രവൃത്തി മഹത്വവും തേജസ്സും ഉള്ളത്. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവന് തൻ്റെ അത്ഭുതങ്ങൾക്ക് ഒരു ജ്ഞാപകം ഉണ്ടാക്കിയിരിക്കുന്നു. യഹോവ കൃപയും കരുണയും ഉള്ളവൻ തന്നെ. തൻ്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു. അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു. ജാതികളുടെ അവകാശം അവൻ സ്വജനത്തിന് കൊടുത്തതിൽ തൻ്റെ പ്രവർത്തികളുടെ ശക്തി അവർക്ക് പ്രസിദ്ധമാക്കിയിരിക്കുന്നു. അവൻ്റെ കൈകളുടെ പ്രവർത്തികൾ സത്യവും ന്യായവുമാകുന്നു. അവൻ്റെ പ്രമാണങ്ങളെല്ലാം വിശ്വാസ്യം തന്നെ. അവ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. അവ വിശ്വസ്തയോടെ നേരോടും കൂടെ അനുഷ്ഠിക്കപ്പെടുന്നു. അവൻ തൻ്റെ ജനത്തിന് വീണ്ടെടുപ്പയച്ചു. തൻ്റെ നിയമത്തെ എന്നേക്കുമായി കൽപ്പിച്ചിരിക്കുന്നു. അവൻ്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാകുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അവൻ്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. 2-ാം പാഠം ഈ സമയത്ത് നമുക്ക് വായിച്ചു കേൾക്കാം.
ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠം 2 തിമോഥെയോസ് 2-ാം അധ്യായം 1 മുതൽ 13 വരെ എഴുതപ്പെട്ട ദൈവവചനങ്ങളെ കേൾപ്പീൻ. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും കനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിനെ വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവും ആകുന്നു. അവൻ സകല മനുഷ്യർക്കും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. തക്ക സമയത്തെ അറിയിക്കേണ്ടിയ ഈ സാക്ഷ്യത്തിനായി ഞാൻ പ്രസംഗിക്കുകയും അപ്പോസ്തലനുമായി ഭോഷ്കല്ല പരമാർത്ഥം തന്നെ പറയുന്നു. ജാതികളെ വിശ്വാസവും സത്യവും ഉപദേശിപ്പാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്ദാത്തവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവണ്ണ സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ഞാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല, ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാകും വണ്ണം സൽപ്രവർത്തികളെ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. സ്ത്രീ മൗനമായിരുന്ന് പൂർണ്ണാനുസരണത്തോടും കൂടെ പഠിക്കട്ടെ. മൗനമായിരിക്കാൻ അല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. ഇവിടെ രണ്ടാം പാഠം വായിച്ച് അവസാനിക്കുന്നു. 256-ാമത്തെ കീർത്തനം പാടിയതിനു ശേഷം പ്രിയ ജോസഫ് സാമുവലച്ചൻ നമ്മളോട് ദൈവവചനത്തിൽ സംസാരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ നമുക്കെല്ലാവർക്കും ദേശത്തിൻ്റെ പലയിടങ്ങളിലായിരുന്നു കൊണ്ട് ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലും പല പശ്ചാത്തലങ്ങളിലുമായിരുന്നു കൊണ്ട് ഒരിക്കൽ കൂടെ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ നല്ല സാഹചര്യത്തെ ഓർത്ത്, ഈ അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ
സ്നേഹവന്ദനം, പ്രഭാത വന്ദനം. നമ്മൾ എല്ലാവരും അറിയുന്നത് പോലെ തന്നെ വളരെ സവിശേഷമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊറോണ രോഗവ്യാപനത്തിൻ്റെ ഭീതിയും അതിൻ്റെ വ്യാപനത്തിലുള്ള തോതും അല്പം കുറഞ്ഞു വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അല്പം ആശ്വാസം, അല്പം സ്വാതന്ത്ര്യം, സാധാരണത്വം ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ദേശത്തുണ്ടാകുന്നത്, നമ്മുടെ ചുറ്റുപാടുകളിലുണ്ടാകുന്നത്, നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്നത് തീർച്ചയായിട്ടും സന്തോഷകരമാണ്. നമ്മുടെ ദേവാലയങ്ങളും ഒക്കെ തുറന്ന് അതുള്ള എല്ലാ കൂട്ടങ്ങളും കൂട്ടായ്മകളും ഒക്കെ നടത്തുന്നതിനുള്ള സ്വാതന്ത്ര്യവും അവസരവും ഒക്കെ ഈ നാളുകളിൽ, വരുന്ന നാളുകളിൽ ലഭിക്കുവാനായിട്ട് നമുക്ക് വലിയവനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുമാത്രമല്ല, നമുക്ക് നമ്മുടെ ദേവാലയങ്ങൾ തുറന്നു കിട്ടുന്നു, നമ്മുടെ സഭയുടെ ആത്മീയമായ കൂട്ടായ്മകൾക്കുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതല്ല. ഈ രോഗത്തിൻ്റെ കാഠിന്യം അല്ലെങ്കിൽ ഈ രോഗവ്യാപനം താറുമാറാക്കിയിരിക്കുന്ന ഒരു സാമൂഹിക ജീവിതക്രമമുണ്ട്. ഒരുപാട് സാധാരണക്കാരുടെ ജീവിതം വളരെയധികം ആശങ്കയിലാണ്. തൊഴിൽ നഷ്ടപ്പെട്ടവരുണ്ട്, ഉപജീവന മാർഗങ്ങളൊക്കെ നഷ്ടപ്പെട്ട് തെരുവിലൊക്കെ എറിയപ്പെട്ടവർ, തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നവർ, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർ, അങ്ങനെ ബാധിക്കപ്പെട്ടവരുടെ സങ്കടങ്ങളും വേദനകളും ഒക്കെ അനുഭവിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് വലിയവനായ ദൈവത്തിന് നമ്മുടെ ദേശത്തോട് മനസ്സലിവ് തോന്നേണ്ടതിന് വേണ്ടി പൂർണ്ണമായിട്ടുള്ള സൗഖ്യം, പൂർണ്ണമായിട്ടുള്ള വിടുതൽ, പൂർണ്ണമായി ഈ കൊറോണ വൈറസ് നമ്മുടെ ലോകം വിട്ടു പോകുന്നതിന് വേണ്ടി നമുക്ക് വലിയവനായ ദൈവത്തോട് തുടർന്നും ശക്തമായിട്ട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് ദക്ഷിണേന്ത്യ സഭയായി, CSI സഭയായി ചിന്തിക്കുന്ന വിഷയം ദൈവശാസ്ത്ര വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്. തിയോളജിക്കൽ എഡ്യൂക്കേഷൻ. ദൈവശാസ്ത്ര വിദ്യാഭ്യാസത്തിൻ്റെ അതിൻ്റെ പരിജ്ഞാനവും അതിൻ്റെ പ്രായോഗികതയും അതിൻ്റെ അറിവിനെ സംബന്ധിച്ചുള്ള തലവും അതോടൊപ്പം തന്നെ വിശ്വാസ തലവും ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന, ധ്യാനിക്കുന്ന ഒരു സവിശേഷമായ സാഹചര്യമാണ് ഇന്ന്. സാധാരണ ദൈവശാസ്ത്രത്തെക്കുറിച്ച്, ദൈവശാസ്ത്രജ്ഞരെക്കുറിച്ച്, തിയോളജിയൻസിനെ കുറിച്ചുമൊക്കെ ചിന്തിക്കുമ്പോൾ, പറയുമ്പോൾ ഈ തിയോളജിയൻസിൻ്റെ സർക്കിളിൽ, ദൈവശാസ്ത്രജ്ഞരുടെ ഇടയിൽ പറയുന്ന ഒരു വളരെ ഇമാജിനേറ്റീവായിട്ടുള്ള ഒരു സ്റ്റോറിയുണ്ട്, ഒരു സങ്കല്പ, ഒരു കൽപ്പിത കഥയുണ്ട്. ഒരിക്കലൊരു പാരാഗ്ലൈഡർ, നമുക്കറിയാം ഈ വിമാനത്തിലൊക്കെ ആകാശത്തിൽ ചെന്നിട്ട് താഴേക്ക് ചാടുന്നവരാണ് പാരാഗ്ലൈഡിങ് എന്ന് പറയുന്നത്. ഒരിക്കലൊരു പാരാഗ്ലൈഡർ വിമാനത്തിൽ നിന്നും പാരച്യൂട്ടും ഒക്കെ ഇട്ട് താഴേക്ക് ചാടി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ വിമാനത്തിൽ നിന്നും താഴേക്ക് ചാടുമ്പോൾ അവരെത്തിച്ചേരേണ്ടുന്ന ഇടത്തെക്കുറിച്ച്, അവർ ലാൻഡ് ചെയ്യേണ്ടുന്ന സ്പേസിനെ കുറിച്ച്, ഇടത്തെക്കുറിച്ച് അവർക്ക് വ്യക്തമായ ധാരണയുണ്ട്. ധാരണകളോടുകൂടിയാണ് അവർ ചാടുന്നത്. എന്നാൽ ഈ മനുഷ്യൻ ഇങ്ങനെ ചാടി. പക്ഷേ ഈ കാറ്റ് വളരെ പെട്ടെന്ന് പ്രതികൂലമായി വന്നതുകൊണ്ട് ഈ പാരച്യൂട്ടിനെ വേണ്ട രീതിയിൽ നിയന്ത്രിക്കാൻ, കൺട്രോൾ ചെയ്യാൻ കഴിയാഞ്ഞതുകൊണ്ട് ഈ പാരച്യൂട്ട് ഈ കാറ്റ് പിടിച്ചിട്ട് ഈ വിൻഡിൽ ഇങ്ങനെ അകപ്പെട്ട് അത് എവിടെയോ താൻ അറിയാത്ത ഒരു ഇടത്തേക്ക് ഇതിങ്ങനെ പറന്ന് പോയി ഒരു മരത്തിൽ വന്ന് ഈ പാരച്യൂട്ട് കുടുങ്ങിയിരുന്നു. അപ്പോഴത്തേക്ക് തന്നെ റിലീസ് ചെയ്യാനുള്ള ഈ ബെൽറ്റ്, അതിൻ്റെ ലോക്ക് ബ്ലോക്കായി. അതുകൊണ്ട് കൃത്യസമയത്ത് ഈ പാരച്യൂട്ടിൽ നിന്ന് തന്നെ റിലീസ് ചെയ്യാനായിട്ട് അതിനെ ആ ലോക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ പാരച്യൂട്ട് മരത്തിൽ അങ്ങനെ കുരുങ്ങി, ഈ പാരച്യൂട്ടിൻ്റെ ലോക്ക് അഴിക്കാൻ കഴിയാതെ വണ്ണം അങ്ങനെ ആ മരത്തിൽ അങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് ഈ മനുഷ്യൻ. ഒരുപാട് നേരം പലരുടെയും സഹായത്തിന് വേണ്ടിയിട്ടൊക്കെ വിളിച്ചിട്ടും അടുത്തൊന്നും ഒരു മനുഷ്യനെ കണ്ടില്ല. എന്നാൽ താൻ തൂങ്ങിക്കിടക്കുന്ന ഈ മരത്തിന് തൊട്ട് താഴെ കൂടെ ഒരു നടവഴി അങ്ങനെ നടന്നു പോകുന്നുണ്ട്. വളരെ നേരം കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ ഈ നടവഴിയിലൂടെ അങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ വളരെ സന്തോഷമായി. മനുഷ്യൻ വളരെ ഒച്ചയുണ്ടാക്കി ആ മനുഷ്യൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചു. അപ്പോൾ
ഈ നടന്നുപോയ മനുഷ്യൻ ഈ മരത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഈ മനുഷ്യനെ അങ്ങനെ ഇങ്ങനെ ആകാശത്ത് അല്ലെങ്കിൽ മരത്തിൽ അങ്ങനെ തൂങ്ങിക്കിടക്കുന്ന മനുഷ്യനെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ താഴെ നിൽക്കുന്ന സഞ്ചാരിയായ മനുഷ്യനോട് ഈ മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഈ പാരാഗ്ലൈഡറായിട്ടുള്ള മനുഷ്യൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ഇതാണ്, വേറാമായി, ഞാനിത് എവിടെയാണ്? അപ്പം നമുക്കറിയാം സ്വാഭാവികമായിട്ടും എവിടെയാണ് എന്ന് ഈ മനുഷ്യൻ ചോദിക്കുമ്പോൾ ഇതേത് സ്ഥലമാണ്, എനിക്ക് പരിചയമുള്ള സ്ഥലമാണോ എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം ചോദിക്കുന്നത്. വേറാമായി, ഈ താഴെ നിന്ന മനുഷ്യൻ, സഞ്ചാരിയായിട്ടുള്ള മനുഷ്യൻ, നടന്നു പോകുന്ന മനുഷ്യൻ താഴെ നിന്ന് ഈ മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന മനുഷ്യനെ നോക്കിയിട്ട് അദ്ദേഹം വളരെ സുസ്മേരവദനായി ചിരിച്ചുകൊണ്ട് ഉത്തരം പറഞ്ഞു, യു ആർ ഓൺ ദ ട്രീ. താൻ എവിടെയാണ് എന്ന് ഈ മനുഷ്യൻ ചോദിച്ചപ്പോൾ ഈ താഴെ നിന്ന മനുഷ്യൻ മറുപടി പറയുകയാണ്, നിങ്ങളൊരു മരത്തിൽ അങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. പെട്ടെന്ന് ഈ മനുഷ്യന് ദേഷ്യവും സങ്കടവും സന്തോഷവും എന്തോ പ്രകടിപ്പിക്കാനാവാത്ത സമ്മിശ്രമായ വികാരത്തിൽ ആയിട്ട് ഈ മരത്തിൽ അങ്ങനെ തൂങ്ങിക്കിടക്കുന്ന മനുഷ്യനെ താഴെ നിൽക്കുന്ന മനുഷ്യനോട് ചോദിക്കുകയാണ്, ഒരു അടുത്ത ചോദ്യം കൂടി ചോദിക്കുകയാണ്, ആർ യു എ തിയോളജിയൻ? നിങ്ങളൊരു ദൈവശാസ്ത്രജ്ഞനാണോ? ആ ചോദ്യം കേട്ട മനുഷ്യൻ വളരെ സ്തബ്ധനായി ചിരിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് ആവേശത്തോടെ പറഞ്ഞു, യെസ് യെസ് യെസ്, ഐ എം എ തിയോളജിയൻ. ഹൗ ഡു യു നോ ദാറ്റ് ഐ എം എ തിയോളജിയൻ? ഹാവ് യു റെഡ് മൈ ബുക്സ്? ഹാവ് യു സീൻ മൈ ലെക്ചേഴ്സ്? ഹാവ് യു അറ്റൻഡഡ് മൈ ലെക്ചേഴ്സ്? നിങ്ങൾ എൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ? എൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ടോ? എങ്ങനെ മനസ്സിലായി ഞാനൊരു ദൈവശാസ്ത്രജ്ഞനാണ്? അപ്പോൾ മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന മനുഷ്യൻ ഇദ്ദേഹത്തെ നോക്കിയിട്ട് പറഞ്ഞു, അതൊന്നും അല്ല കാര്യം. വാട്ട് യു ഹാവ് സെഡ്, യുവർ ആൻസർ വാസ് റൈറ്റ് ബട്ട് അബ്സല്യൂട്ട്ലി ഇറലവൻറ്റ്. എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ നൽകിയ ഉത്തരം വളരെ കൃത്യമായിരുന്നു, വളരെ വ്യക്തമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ പറഞ്ഞാൽ കൃത്യമായിരുന്നു. പക്ഷേ അത് ഒട്ടും പ്രസക്തമായ, പ്രാധാന്യതയുള്ള, സന്ദർഭത്തിന് ചേരുന്ന ഒരു ഉത്തരമായിരുന്നില്ല. ദൈവശാസ്ത്രജ്ഞനെ നോക്കി ഈ മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന, പിടിക്കപ്പെട്ട് കിടക്കുന്ന ഈ മനുഷ്യൻ പറയുകയാണ്, ഉത്തരങ്ങളൊക്കെ വ്യക്തമാണ്, പക്ഷെ പ്രസക്തമല്ല. അപ്പോൾ താഴെ നിൽക്കുന്ന തിയോളജിയൻ ഈ മരത്തിൽ കിടക്കുന്ന മനുഷ്യനോട് ചോദിക്കുന്നു, ആർ യു എ പാസ്റ്റർ? നിങ്ങളൊരു പുരോഹിതനാണോ, പട്ടക്കാരനാണോ? അപ്പോൾ ഈ മരത്തിൽ കിടക്കുന്ന മനുഷ്യൻ പറഞ്ഞു, വളരെ അത്ഭുതത്തോടു കൂടെ പറഞ്ഞു, പാരാഗ്ലൈഡിങ് ഒരു ഹോബിയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം പറഞ്ഞു, യെസ് യെസ് യെസ്, ഇങ്ങനെ മനസ്സിലായി, ഞാൻ ഒരു പുരോഹിതനാണ്. നിങ്ങളെൻ്റെ പള്ളിയിൽ അംഗമാണോ? അതല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും എൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഈ താഴെ കിടക്കുന്ന മനുഷ്യൻ പറഞ്ഞു, കാരണം അതൊന്നുമല്ല, യു ആർ അബ്സല്യൂട്ട്ലി എ റൈറ്റ് പേഴ്സൺ ബട്ട് ഓൺ എ റോങ് പ്ലേസ്. നിങ്ങളൊരു നല്ല മനുഷ്യനാണ്, എല്ലാ കാര്യങ്ങൾക്ക് ചേരുന്ന മനുഷ്യനാണ്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന മനുഷ്യനാണ്, പക്ഷേ വളരെ തെറ്റായ ഒരിടത്താണ് നിങ്ങൾ കിടക്കുന്നത്. ഇത് വളരെ തമാശയോടുകൂടെ നമ്മൾ ഞങ്ങളുടെ തിയോളജിക്കൽ സർക്കിളിൽ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ഈ രണ്ട് സമൂഹങ്ങൾ തമ്മിലുള്ള, അതല്ലെങ്കിൽ ഈ ദൈവശാസ്ത്ര സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും പൗരോഹിത്യ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും നമുക്ക് കൃത്യമായി ചൂണ്ടിക്കാണിച്ചു തരുന്ന, നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന ഒരു സാങ്കല്പികമായ കഥയാണ്. ചിലർ വളരെ വസ്തുനിഷ്ഠമായി സംസാരിക്കുന്നു, വ്യക്തമായി സംസാരിക്കുന്നു, ശാസ്ത്രീയമായി സംസാരിക്കുന്നു, യുക്തിപരമായി സംസാരിക്കുന്നു ദൈവശാസ്ത്രജ്ഞർ. പക്ഷെ പലപ്പോഴും അത് എത്രത്തോളം പ്രസക്തമാണ് നാം ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ, നമ്മുടെ സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന, നേരിട്ടുകൊണ്ടിരിക്കുന്ന പലവിധമായ ജീവിത പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിൽ നമ്മളുടെ ദൈവശാസ്ത്രങ്ങൾ, നമ്മുടെ തിയോളജികൾ, നമ്മുടെ വേദപുസ്തക വ്യാഖ്യാനങ്ങൾ, നമ്മുടെ പ്രസംഗങ്ങൾ എത്രത്തോളം പ്രായോഗികമാണ്, പ്രസക്തമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. അതോടൊപ്പം തന്നെ പട്ടത്ത സമൂഹവും ചിന്തിക്കേണ്ടതാണ്. അല്ലേ, we are trying to be right people, but sometimes we find ourselves on wrong places, on wrong companies, on wrong networks. അപ്പോൾ ഇതെല്ലാം കൂടെ സമഗ്രമായി ചേരുന്ന ചില സാഹചര്യങ്ങളിലാണ് യഥാർത്ഥത്തിൽ സഭയുടെ
ദൈവശാസ്ത്ര അഭ്യസനം സജീവമായി തീരുന്നത്. ഇന്നത്തെ വേദപുസ്തക ഭാഗങ്ങളിൽ നമ്മൾ ഇന്ന് 1-ാം പാഠമായി വായിച്ചു കേട്ട പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം, മോശയെ ദൈവം ഇസ്രായേൽ മക്കളുടെ വിടുതലിനായി വിളിക്കുന്ന സംഭവത്തെക്കുറിച്ചുള്ള വിവരണമാണ് നമ്മളവിടെ വായിക്കുന്നത്. മോസസ് ഈസ് കോൾഡ് ടു ലിബറേറ്റ് the descendants of Jacob, Israel, from the bondage of Egypt. അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ആകയാൽ ഇപ്പോൾ വരിക, എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കും. ആകയാൽ ഇപ്പോൾ വരിക, എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കും. ദൈവശാസ്ത്ര വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, തിയോളജിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. തിയോളജിക്കൽ എഡ്യൂക്കേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. അതായത് രൂപീകരണത്തിൻ്റെയും രൂപാന്തരീകരണത്തിൻ്റെയും ഒരു പ്രക്രിയയെയാണ് യഥാർത്ഥത്തിൽ ദൈവശാസ്ത്ര വിദ്യാഭ്യാസം സൂചിപ്പിക്കുന്നത്. ദൈവശാസ്ത്ര വിദ്യാഭ്യാസം വളരെ സെലക്റ്റീവായിട്ട് നൽകേണ്ടുന്ന ഒരു പ്രക്രിയ അല്ല. ഞാനും ഒരു വൈദിക സെമിനാരിയിൽ 5 വർഷത്തോളം പഠിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സഭയുടെ തിയോളജിക്കൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എന്തിനാണ് നമ്മൾ, വൈ ഡു വി സെലക്ട് സർട്ടൻ പീപ്പിൾ ടു അണ്ടർഗോ തിയോളജിക്കൽ എഡ്യൂക്കേഷൻ? ഈസ് ഇറ്റ് എ കൈൻഡ് ഓഫ് പാർട്ടിസൺ എൻഗേജ്മെൻറ്റ് ഓഫ് ദ ചർച്ച്? സഭയുടെ വളരെ ഒരു ഒരു സെക്ഷന് മാത്രം നൽകുന്നൊരു പ്രക്രിയയാണ്. വൈ സം ആർ സെലക്റ്റഡ് ഫോർ ദ തിയോളജിക്കൽ എഡ്യൂക്കേഷൻ? കുറച്ചു പേരെ എന്തിനാണ് നമ്മൾ തിരഞ്ഞെടുത്ത് ദൈവശാസ്ത്ര വിദ്യാഭ്യാസത്തിന് അയക്കുന്നത്? അതിൻ്റെ ഉദ്ദേശം, വി സെലക്ട് സർട്ടൻ പീപ്പിൾ, സം പീപ്പിൾ ഫോർ തിയോളജിക്കൽ എഡ്യൂക്കേഷൻ ഇൻ ഓർഡർ ദാറ്റ് the entire faith community can be equipped, can be trained, can be formed and transformed according to the theologies of the times. കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ദൈവശാസ്ത്ര ധാരണകളുടെ അടിസ്ഥാനത്തിൽ ദൈവജനത്തെ രൂപപ്പെടുത്തേണ്ടതിനും രൂപാന്തരപ്പെടുത്തേണ്ടതിനും അവരോട് ഇടപെടേണ്ടതിനും അവരെ പരുവപ്പെടുത്തിയെടുക്കേണ്ടതിനും അവരെ സജ്ജമാക്കി എടുക്കേണ്ടതിനുമായിട്ടാണ് യഥാർത്ഥത്തിൽ. സോ തിയോളജിക്കൽ എഡ്യൂക്കേഷൻ, ദോ ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ തിയോളജിക്കൽ കോളേജസ് ആൻഡ് സെമിനറീസ്, ഇറ്റ് ഈസ് ഓൾവേസ് കമ്മ്യൂണിറ്റി ഇൻറ്റൻറ്റഡ്, കമ്മ്യൂണിറ്റി ഫോക്കസ്ഡ്. നമ്മുടെ വിശ്വാസ സമൂഹത്തെ കേന്ദ്രിതമാക്കിയാണ് യഥാർത്ഥത്തിൽ ദൈവശാസ്ത്ര വിദ്യാഭ്യാസം സംഭവിക്കേണ്ടത്. Therefore, we should accept, or the community, the faith community should allow the theologically trained people, the theologically equipped people to engage with them. നമ്മുടെയൊക്കെ വിശ്വാസപരമായ കാര്യങ്ങളിൽ, സാമൂഹികമായ ദർശനപരമായ കാര്യങ്ങളിൽ, നമ്മുടെയൊക്കെ പ്രായോഗിക ജീവിതത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഇടപെടലുകൾ നടത്തുന്നതിനുള്ള അവസരവും സ്വാതന്ത്ര്യവും അനുമതിയുമൊക്കെ യഥാർത്ഥത്തിൽ ഈ ദൈവശാസ്ത്ര വിദ്യാഭ്യാസം ലഭിച്ചവർക്ക്, പ്രത്യേകിച്ച് അച്ഛന്മാർക്കോ ഉപദേശിമാർക്കോ അത്തരത്തിൽ വർഷങ്ങളോളം വിദ്യാഭ്യാസം ലഭിച്ചവർക്ക് സമൂഹം അനുവദിക്കണം. ഇറ്റ് ഈസ് നോട്ട് ദ കമ്മ്യൂണിറ്റി ദാറ്റ് കൺട്രോൾ ദ തിയോളജി ഓഫ് എ പാസ്റ്റർ ഓർ എ പ്രീസ്റ്റ്. ഒരു പുരോഹിതന്റെ ദൈവശാസ്ത്ര ധാരണകളെ നിയന്ത്രിക്കേണ്ടത് സമൂഹമല്ല, സമൂഹത്തിൻ്റെ പ്രബലരല്ല, സമൂഹത്തെ നിയന്ത്രിക്കുന്നവർ, അധികാരവും പണവും സ്വാധീനവും ഒക്കെ ഉള്ളവരല്ല യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ളവരെ നിയന്ത്രിക്കേണ്ടത്. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്, യു ഷുഡ് നോട്ട് എൻസ്ലേവ്. The community should not enslave the pastors, or the powerful within the system should not domesticate the theology of the church. മറിച്ച് ദൈവശാസ്ത്രത്തിനനുസരിച്ച്, അതല്ലെങ്കിൽ ദൈവശാസ്ത്ര ധാരണകൾക്കനുസരിച്ച് സഭ, ദൈവജനം കാലികമായി രൂപപ്പെടുകയും രൂപാന്തരപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്.
ഇവിടെ മോശയുടെ ഈ ജനത്തെ വിമോചിപ്പിക്കുവാനുള്ള വിളിയുമായി സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത് പറയാനായിട്ടുള്ളത്, തിയോളജിക്കൽ എഡ്യൂക്കേഷൻ is an unexpected call. ദൈവശാസ്ത്ര വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു തരത്തിൽ വളരെ അപ്രതീക്ഷിതമായ ഒരു വിളിയാണ്. ഇവിടെ മോശയുടെ ജീവിതത്തെ സംബന്ധിച്ച് മോശ ഇസ്രായേൽ മക്കളുടെ വിമോചകനാകാൻ ആദ്യം ഒരു ശ്രമിക്കുന്നുണ്ട്. ഹി വാസ് പാർട്ട് ഓഫ് എ ഫെയിൽഡ് അറ്റംപ്റ്റ് താൻ മിസ്രൈമിലായിരിക്കുന്ന സമയത്ത്. അതിൻ്റെ ഫലമായിട്ടാണ് മോശ മിസ്രൈമിൽ രാജകൊട്ടാരത്തിൽ നിന്ന് ഓടിപ്പോകേണ്ടി വരുന്നത്. ഒരു മിസ്രൈമിനെ കൊന്ന് മണലിൽ കുഴിച്ചിട്ട് അത് മറ്റുള്ളവർ അറിയും എന്ന് ഭയന്ന് ഓടിപ്പോകുന്നു. നമുക്ക് ആ പൂർവ്വചരിത്രം അറിയാം. പക്ഷെ ഇവിടെ യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ട് നടക്കുന്ന മോശയെ യഹോവയായ ദൈവം വിളിക്കുകയാണ്. അത് നമ്മളിന്ന് വായിച്ചു കേട്ട വാക്യഭാഗത്തും പറയുന്നത്, അതുകൊണ്ട് ആകിയാൽ ഇപ്പോൾ വരിക, therefore now you come. So an unexpected call, ഒരു അപ്രതീക്ഷിതമായ വിളി. നമ്മളുടെ വിളിയിൽ, സഭയുടെ ഈ ലോകത്തെ ചുറ്റുപാടുകളെ വിടുവിച്ചയക്കുവാനുള്ള വിളിയിൽ ഒരു അപ്രതീക്ഷിതത്വങ്ങളുണ്ട്, അൺഎക്സ്പെക്റ്റഡ്നെസ് ഉണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല, നമ്മൾ ധരിക്കുന്നത് പോലെയല്ല ദൈവം നമ്മളെ വിളിക്കുന്നത്. അസാധാരണമായ ഒരു വിളിയാണ്. തൻ്റെ അമ്മായിയപ്പനായ യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ജനത്തെ വിടുവിക്കുവാനുള്ള വിളി മോശയ്ക്ക് കിട്ടുന്നത്. ആടുകളെ മേയിക്കുന്നതും ജനത്തെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുന്നതും തമ്മിൽ വളരെ വ്യക്തമായ അന്തരമുണ്ട്. ആടുകളെ മേയിക്കൽ ഒരിക്കലും ജനത്തെ വിടുവിക്കലിലേക്ക് നയിക്കില്ല. ആടുകളെ മേയിക്കുവാൻ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മോശ ഇപ്പോൾ വിളിക്കുന്നത് ജനങ്ങളെ വിടുവിച്ചയക്കുവാൻ, ജനങ്ങളെ നയിക്കുവാൻ, മരുഭൂമിയുടെ അവസ്ഥയിലൂടെ ഒക്കെ ഈ ജനങ്ങളെ നയിച്ചു കൊണ്ടുപോകുവാനുള്ള ഒരു വലിയ വിളിയിലേക്കാണ്. സോ ഡു വി റിയലി എക്സ്പീരിയൻസ് ദി അൺഎക്സ്പെക്റ്റഡ്നെസ്? നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ധരിച്ചു വെച്ചിട്ടുണ്ട് ദൈവവിളിയെക്കുറിച്ച്. ചിലരൊക്കെ ഇങ്ങനെ ഉറക്കത്തിൽ അപ്രതീക്ഷിതമായ തരത്തിലുള്ള വിളി ലഭിച്ചവരുണ്ട്, നോർമൽ വിളി ലഭിച്ചവരുണ്ട്. അനേകർ എനിക്കറിയാം, ദൈവശാസ്ത്ര കലാലയങ്ങളിൽ പഠിച്ച് അച്ഛന്മാരാകാനും തിയോളജിക്കൽ എഡ്യൂക്കേറ്റേഴ്സ് ആകാനും ഒക്കെ വന്ന് സെമിനാരിയിൽ പഠിച്ചവരൊക്കെ അച്ഛന്മാരാകാതെ ആ കാലങ്ങളിൽ നർമ്മദ ബചാവോ ആന്തോളൻ, മെഥാപട്കറുടെ ഒക്കെ നേതൃത്വത്തിൽ സർദാർ സരോവർ പ്രോജക്റ്റ് ഡാമിന് എതിരായിട്ടുള്ള സമരത്തിൽ അതിലൊക്കെ ആകൃഷ്ടരായി പട്ടത്വം ഉപേക്ഷിച്ച് അവിടെ പ്രവർത്തിക്കുന്ന പല സുഹൃത്തുക്കളും ഇപ്പോഴും എനിക്കുണ്ട്. ദൈവശാസ്ത്ര വിദ്യാർത്ഥികളായിരുന്നവർ പലരും ഒരു കൺവെൻഷണലായിട്ടുള്ള സുവിശേഷ പ്രവർത്തനങ്ങളിലേക്ക് തിരിയാതെ ഒരുപാട് ജനകീയ ആദിവാസികളുടെ ഇടയിൽ, ദളിത് സമൂഹത്തിൻ്റെ ഇടയിൽ, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റികളുടെ ഇടയിൽ, അല്ലെങ്കിൽ സ്ട്രീറ്റ് ചിൽഡ്രൻ, തെരുവ് കുട്ടികളുടെ ഇടയിലൊക്കെ പ്രവർത്തിക്കുവാനായിട്ട് സ്വയം സമർപ്പിക്കപ്പെട്ട് അവരുടെ വിളി, അവരുടെ ദർശനം, അവരെ ദൈവം വിളിക്കുന്നത് അത്തരത്തിലുള്ള ശുശ്രൂഷകൾക്കാണെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് പോയി ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് അവരെ ഒരിക്കലും കുറച്ച് കാണുന്നതിനേക്കാൾ കൂടുതൽ അവരെ ആദരവോടുകൂടെ കാണാനാണ് എനിക്കിഷ്ടം. ഒരുപക്ഷെ ഞാൻ ചെയ്യുന്ന ശുശ്രൂഷകളെക്കാൾ താരതമ്യങ്ങളൊന്നുമില്ല എങ്കിൽ പോലും ഞാൻ കാണുന്നു. അതെൻ്റെ വ്യക്തിപരമായ ചോയ്സ്. എല്ലാവരും അങ്ങനെ കാണണമെന്നില്ല. അത്തരത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യുന്ന എത്രയോ അവരുടെ മാതാപിതാക്കളുടെ, സഭയുടെ, അനേകരുടെ ധാരണകളെയൊക്കെ തെറ്റിച്ചുകൊണ്ട് they have gone into challenging zones of life to really experience, to really exemplify the life of Christ to the suffering people. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നസറത്ത് മാനിഫെസ്റ്റോ, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും എന്നൊക്കെ പറയുന്ന ഭാഗം വായിച്ചിട്ട് പ്രചോദിതരായി അത്തരത്തിലുള്ള ജനവിഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോയ ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ വിപ്ലവകാരികളായിട്ടും അവരെയൊക്കെ ദൈവവിരുദ്ധരായിട്ടും സഭാവിരുദ്ധരായിട്ടും ഒന്നും കാണരുത്. അതൊക്കെ നമ്മുടെ ശുശ്രൂഷയുടെ ഭാഗമാണ്. അവരൊക്കെ നമ്മുടെ വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗമാണ്. ദേ ഓൾ ആർ പാർട്ട് ഓഫ് അവർ കമ്മ്യൂണിറ്റി. അതല്ലെങ്കിൽ നമ്മളൊക്കെ അവരുടെ ഭാഗമാണെന്ന് പറയും. ദാറ്റ് ഈസ് ഹൗ വി നീഡ് ടു ലേൺ ആൻഡ് അൺലേൺ, ഫിഗർ ആൻഡ് അൺഫിഗർ ourselves.
an unexpected call. ദൈവശാസ്ത്ര വിദ്യാഭ്യാസം ഇത്തരത്തിലുള്ള ചില അപ്രതീക്ഷിതമായ വിളികൾ നമുക്ക് നൽകുന്നുണ്ടോ? നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ, ധ്യാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില സാധാരണ ഗതിയിൽ നിന്നും വ്യത്യാസമായ ചില ജീവിത മാർഗങ്ങൾ തിരഞ്ഞെടുക്കാൻ, ജീവിത വഴികൾ തിരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയണം. രണ്ടാമത്തെ ചിന്ത, an unusual encounter, അസാധാരണമായ ഒരു അഭിമുഖമാണ്. അസാധാരണമായ അഭിമുഖം. എന്താണ് അവിടെ പറയുന്നത്? മുൾച്ചെടി കത്തിയെരിയുന്നു, പക്ഷെ അത് വെണ്ണീറായി പോകുന്നില്ല. ഇതെന്താണെന്ന് അറിയുവാൻ മോശ ചെല്ലുന്നു. അവിടെ പറയുന്നുണ്ട്, മോശയെ ദൈവം വിളിക്കുന്നു ആ മുൾപടർപ്പിൽ നിന്ന്. മോശ അടുത്തേക്ക് ചെല്ലുവാൻ നോക്കുമ്പോൾ അവിടെ പറയുന്നു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിന്റെ കയ്യിൽ കാലിൽ നിന്ന് ചെരുപ്പൂരി കളക, അഴിച്ചു കളക. ഒപ്പം തന്നെ വളരെ അസാധാരണമായ ഒരു അഭിമുഖമാണ്. തിയോളജിക്കൽ എഡ്യൂക്കേഷൻ എന്നൊക്കെ ദൈവശാസ്ത്ര വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായി പാരമ്പര്യങ്ങളായി നമുക്ക് പകർന്നു കിട്ടിയ ചില കാര്യങ്ങൾ പറയുന്നതല്ല. അൺയൂഷ്വൽ, നമുക്ക് അറിയാൻ പാടില്ലാത്ത ന്യൂ ഇൻസൈറ്റ്സ്, ന്യൂ പെർസെപ്ഷൻസ്, ന്യൂ പെർസ്പെക്റ്റീവ്സ്, ന്യൂ എക്സ്പീരിയൻസസ്, അതാണ് നമുക്ക് വേണ്ടത്. വേദപുസ്തകത്തെ നമുക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പുതുതായിട്ട് അനുഭവിക്കാൻ നമുക്ക് സാധിക്കണം. വി നീഡ് ടു എൻകൗണ്ടർ അവർ ഗോഡ് afresh and anew. അതാണ് ദൈവശാസ്ത്ര വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. ഓരോ ഞായറാഴ്ചയും നമ്മൾ ആരാധിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ആ ഒരു ഫ്രഷ്നെസ്, ആർ വി എക്സ്പീരിയൻസിങ് ഗോഡ് anew? ആർ വി എക്സ്പീരിയൻസിങ് അവർ ഫെലോ ബിലീവർ anew? നാം നമ്മുടെ സഹവിശ്വാസിയുടെ ജീവിതത്തെ നമ്മൾ വളരെ വളരെ പുതുതായി, നവീനമായി, ചൈതന്യത്തോടുകൂടെ അനുഭവിക്കാൻ, എക്സ്പീരിയൻസ് ചെയ്യാൻ, റിലേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ? വി നീഡ് ന്യൂ എൻകൗണ്ടേഴ്സ്. ദൈവശാസ്ത്ര വിദ്യാഭ്യാസം രണ്ടാമത്തെ, ഇവിടെ മോശയുടെ ജീവിതത്തിലും അത് പുതിയ ചില അനുഭവങ്ങൾ, താൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത ചില പുതിയ അനുഭവങ്ങൾ, അഭിമുഖങ്ങൾ ദൈവവുമായിട്ട്. മൂന്നാമത്തെ ചിന്ത ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കും. മൂന്നാമത്തെ ചിന്ത, അൺപ്രസിഡന്റഡ് കമ്മിറ്റ്മെന്റ്. മുൻപൊരിക്കലും നമ്മൾ ആരിലും കണ്ടിട്ടില്ലാത്ത ഒരു സമർപ്പണമാണ് ദൈവശാസ്ത്ര വിദ്യാഭ്യാസം മോശയിൽ ഉണ്ടാക്കുന്നത്. ദൈവവുമായിട്ടുള്ള എൻകൗണ്ടർ ആത്യന്തികമായി കൊണ്ടുചെന്നെത്തിക്കുന്നത് മിസ്രൈമിൽ അടിമകളായിരിക്കുന്ന ജനങ്ങളുടെ കണ്ണുനീരൊപ്പുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി തീരുവാനാണ്. ഫോർ ദാറ്റ് വി നീഡ് അൺപ്രസിഡന്റഡ് കമ്മിറ്റ്മെന്റ്സ്. ഓരോ വിശ്വാസിയും മറ്റൊരാളെ അനുകരിക്കുന്നവരല്ല. യഥാർത്ഥം നമ്മൾ ക്രിസ്തുവിനെ അനുകരിക്കേണ്ടവരാണ്. ക്രിസ്തു അനുകാരികളാണ്. അത് പുതിയ പുതിയ സമർപ്പണമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അൺപ്രസിഡന്റഡ് കമ്മിറ്റ്മെന്റ്സ്. കാരണം പുതിയ പുതിയ സാഹചര്യങ്ങളിൽ വെല്ലുവിളികൾ, സമ്മർദ്ദങ്ങൾ, പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ വി നീഡ് ന്യൂ കമ്മിറ്റ്മെന്റ്സ്. വി നീഡ് റിന്യൂഡ് കമ്മിറ്റ്മെന്റ്സ്. വി നീഡ് വെരി സ്ട്രോങ് കമ്മിറ്റ്മെന്റ്സ് to Christ for the extension of the kingdom of God. അവിടെയാണ് പുതിയ സമർപ്പണം. ഈ കായബലം കൊണ്ട് ഇസ്രായേലിന് വേണ്ടി സൈഡ് ചെയ്ത ഒരാളാണ് മോശ. എന്നാൽ ഇവിടെ പറയുന്ന അത് പോരാ. യു ഹാവ് ടു ഗോ ഓൺ ബിഹാഫ് ഓഫ് മീ. എനിക്ക് വേണ്ടി നീ പോകണം, നിന്നെ ഞാൻ അയക്കുന്നു. മോശയെ ദൈവം ശക്തീകരിച്ച് വിടുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, അൺപ്രസിഡന്റഡ് കമ്മിറ്റ്മെന്റ്സ്. കൊറോണയുടെ കാലവും നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അതാണ്. നമുക്ക് പരസ്പരം വേണം. കാരണം ഇതൊരു പുതിയ കാലമാണ്, ഒരു പുതിയ ക്രമം കൊണ്ടുവരുന്ന കാലമാണ്. അവിടെ പഴയതൊന്നും പോരാ, പഴയ കമ്മിറ്റ്മെന്റ്സ് ഒന്നും പോരാ. വി നീഡ് റിന്യൂഡ് കമ്മിറ്റ്മെന്റ്സ്. വി നീഡ് റിഫർബിഷ്ഡ് കമ്മിറ്റ്മെന്റ് എന്നൊക്കെ പറയത്തില്ലേ, ഇതെല്ലാം ഇങ്ങനെ, അത് നമുക്ക് ആവശ്യമാണ്. ദൈവശാസ്ത്ര വിദ്യാഭ്യാസം ഞായറാഴ്ചയിലെ ധ്യാനത്തെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഫാദർ സ്റ്റാൻസ് ലൂർദ് സ്വാമിയെക്കുറിച്ച് പറയാതെ അവസാനിപ്പിക്കാൻ കഴിയില്ല. ഹി വാസ് ഓൾസോ എ പ്രീസ്റ്റ്. 2 ദിവസം എനിക്ക് സത്യത്തിൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല. മനുഷ്യൻ്റെ മരണം, അല്ലെങ്കിൽ ആ മനുഷ്യനെ ഒരു സിസ്റ്റമാറ്റിക്കലി അനിഹിലേറ്റ് ചെയ്തതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു?
because he has taken a stand for the suffering people of India. ജാർഖണ്ഡിലെ ആദിവാസികളുടെ രാഷ്ട്രീയമായ, സാമൂഹികമായ, സാമ്പത്തികമായ അവകാശങ്ങൾക്ക് വേണ്ടി, അന്തസ്സിന് വേണ്ടി നിലപാടെടുത്തതിൻ്റെ പേരിൽ രാജ്യദ്രോഹിയായി മുദ്രയടിക്കപ്പെട്ട് വിചാരണ തടവുകാരനായി പാർക്കിൻസൺസ് രോഗം വന്നിട്ട് അല്പം വെള്ളം കുടിക്കാൻ, കപ്പ് പിടിച്ചു കുടിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഒരു സ്ട്രോ ഇട്ട് വെള്ളം കുടിക്കാൻ അനുവദിക്കണം എന്ന് നീതിപീഠത്തോട് ആവശ്യപ്പെട്ടിട്ട് അതുപോലും നിഷേധിക്കപ്പെട്ട് മരണത്തിന് കീഴടങ്ങിയ മഹാമനുഷിയായ, വിശുദ്ധനായ ഒരു മനുഷ്യൻ. ഈസ് ഹി നോട്ട് ചലഞ്ചിങ് അസ്, മൈ ഡിയർ ഫ്രണ്ട്സ്? ഞാൻ ചിലപ്പോൾ ഓർക്കും, ഞാനൊക്കെ എന്തോ പട്ടക്കാരനാണ്, എന്തോ പുരോഹിതനാണ്, നമുക്കൊക്കെ അങ്ങനെയൊക്കെ പറയാൻ പറ്റും. ക്രിസ്തുവിനെ അനുകരിക്കുന്നവർ, ക്രിസ്തുവായി തീരാൻ ജീവിതം കൊണ്ട് വില നൽകുന്നവർ. അദ്ദേഹവും ദൈവശാസ്ത്രജ്ഞനായിരുന്നു. UTCയുടെ അടുത്തുള്ള ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം ആഞ്ഞു പരിശ്രമിച്ചിരുന്നെങ്കിൽ കത്തോലിക്ക സഭയിലെ ഒരു മെത്രാനൊക്കെ ആയനെ. പക്ഷേ അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ വഴി അതൊന്നുമല്ല. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമുക്ക് വേണ്ടത് ഇത്തരത്തിൽ അപകടകരമായി ക്രിസ്തുവിനെ പോലെ അപകടകരമായി ജീവിക്കുന്ന സഭയെയും സമൂഹത്തെയുമാണ്. We need to experience unexpected call. We need to experience unusual encounter with God. And we need to have unprecedented commitment to the cause of the gospel of Christ. നമ്മുടെ വിളി ചില അസാധാരണത്വങ്ങൾ പ്രവർത്തിക്കാനാണ്. ദൈവവുമായിട്ടുള്ള നമ്മുടെ ഇടപെടലുകൾ ചില അസാധാരണമായ അഭിമുഖങ്ങളിലേക്കാണ്. നമ്മുടെ സമർപ്പണം, നമുക്കുണ്ടായിരിക്കേണ്ടുന്ന സമർപ്പണം പഴയതിൻ്റെ ചില പുനരാവർത്തനങ്ങളല്ല, പുതിയ സമർപ്പണങ്ങളാണ്, ഏൽപ്പിച്ചു കൊടുക്കലാണ്. അതിന് ഈ നാളുകളിൽ ദൈവം നമ്മളെ സഭയായിട്ട് ഒരുക്കട്ടെ, സഹായിക്കട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. തിരുവചനം ശ്രമിച്ചാൽ നമുക്ക് അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൽ നമ്മുടെ വിശ്വാസത്തിന്റെ സംഗതികളെ ഉറക്കെ പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ പാതകളിൽ ജനിച്ചു, കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചു എന്ന് പിന്നെ ഉയർത്തെഴുന്നേറ്റു. അവൻ സർവശക്തിയായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കും. അവിടെ അവൻ ജീവിക്കുകയും മരിച്ചുകയും ന്യായവിധിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക്ക സഭയിലും വിശുദ്ധമായ സംസ്കൃതത്തിലും പാപമോചനത്തിലും ശരീരത്തിലും പുനരുദ്ധാനത്തിലും നിത്യജീവിതം ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഒരുക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ, നിങ്ങളുടെ ആത്മാവോടുകൂടെയും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം സ്വീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടസമത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമുള്ള ആഹാരം ഞങ്ങൾ തരണമേ. ഞങ്ങളുടെ കരുണകൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലെടുക്കാതെ ദുഷ്ടനെ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും ദൈവത്തിനുള്ളതല്ലോ. ഇന്നത്തേക്കുള്ള പ്രത്യേക അപേക്ഷ വൈദിക വിദ്യാഭ്യാസ ന്യായം, വൈദിക വിദ്യാഭ്യാസം, വിശ്വാസത്തിന്റെ പരിപോഷണവും പ്രായോഗികതയും. സർവശക്തനായ ദൈവമേ, ഗോതമ്പുമണിയെ നിലത്ത് വീട് ചത്ത് ഫലം കായ്ക്കുന്നത് പോലെ ലൗകികതയെ അതിജീവിക്കുവാനും നിത്യജീവനെ സ്നേഹിക്കാനും സാധാരണ ജനങ്ങളെ നീ വിളിച്ചുവല്ലോ. തിരുവചനത്തെ ധ്യാനിക്കുവാനും വ്യാഖ്യാനിക്കുവാനുള്ള അറിവും പരിജ്ഞാനവും ഞങ്ങൾക്ക് പകർന്നു നൽകണമേ. ദൈവശാസ്ത്ര പഠനത്തിൽ ഏർപ്പെടാൻ യുവജനങ്ങൾക്ക് മാർഗദർശനവും പ്രചോദനവും നൽകണമേ.
വൈദിക വിദ്യാർത്ഥികളെയും അധ്യാപകരെയും നീതിയും ന്യായവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യവസ്ഥയ്ക്കായി പ്രവർത്തിക്കുവാൻ നിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി എന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തിന്റെ കർത്താവും ഐക്യമത്യത്തിൽ ഇഷ്ടപ്പെടുന്നതിനുമായ ദൈവമേ, നിന്നെ അറിയുന്നത് ഞങ്ങളെ നിത്യജീവനിരിക്കുന്നു, നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗികളെയും ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളൊക്കെയും നിന്റെ താഴ്മയുള്ള ദാസരായ ഞങ്ങളെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. ആമേൻ. കൃപയ്ക്കായി നമുക്ക് അപേക്ഷിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവായ കർത്താവേ, ഈ ദിവസത്തിന്റെ ആരംഭം വരെ നീ ഞങ്ങളെ സുഖത്തോടെ കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ മഹാശക്തി കൊണ്ട് ഇന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസം ഞങ്ങൾ യാതൊരു പാപത്തിലും വീഴാതെയും യാതൊരു ആപത്തിലും അകപ്പെടാതെയും നിന്റെ മുമ്പാകെ നീതിയായുള്ളവരെ എല്ലായ്പ്പോഴും ചെയ്യുവാനായിട്ട് ഞങ്ങളെ സകല ക്രിയകളും നിന്റെ ഭരണത്താൽ നടത്തിപ്പിട്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ അരുളണമേ. ആമേൻ. പ്രാർത്ഥനകൾക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. പട്ടക്കാർക്കും ജനങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ശുശ്രൂഷന്മാരെ നീതി ധരിപ്പിക്കണമേ. നീ തിരഞ്ഞെടുത്ത ജനങ്ങളെ സന്തോഷിപ്പിക്കണമേ. സർവശക്തനും നിത്യനുമായ ദൈവമേ, എല്ലാം നല്ല ദാനവും തികഞ്ഞ മരമൊക്കെയും നിങ്ങൾ നിന്നല്ലോ വരുന്നത്. ഞങ്ങളുടെ എപ്പിസ്കോപ്പുമാർ, പട്ടക്കാർ, സഭാപ്രവർത്തകർ എന്നിവരുടെ മേലും അവരുടെ വിചാരണയുള്ള ജനങ്ങളുടെ മേലും നിന്റെ കൃപയുടെ സുഖകരമായുള്ള ആത്മാവിനെ അയക്കണമേ. അവർ നിന്നെ സത്യമായി പ്രസാദിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ നിന്റെ അനുഗ്രഹമാകുന്ന നിരന്തരമായി മഞ്ഞു പൊഴിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കാര്യസ്ഥനും മധ്യസ്ഥനുമായ യേശു മിശിഹായുടെ ബഹുമാനത്തിനായിട്ട് ഇതിനെ നൽകണമേ. ആമേൻ. ക്രിസ്തീയ ഐക്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാ സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് തന്റെ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു മിശിഹായെ, ഞങ്ങളുടെ പാപങ്ങളുടെ എല്ലാ സഭയുടെ വിശ്വാസത്തെ ഓർത്ത് നിന്റെ ഇഷ്ടത്തിനനുസരണമായ സമാധാനവും ഐക്യവും നിന്റെ സഭയ്ക്ക് നൽകണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടി ഏകദൈവമായി കാലാവസ്ഥാനത്തോട് ആദ്യം ജീവിച്ചു വാഴുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സൺഡേ സ്കൂളുകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബാലൻ തന്നെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം ശിക്ഷണനാൽ തന്നെ പൈതങ്ങളെ പരിപാലിച്ചു വളർത്തുവാൻ നിന്റെ വിശ്വസഭയെ പരമേൽപ്പിച്ചിരിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവായ ദൈവമേ, എല്ലാ സൺഡേ സ്കൂളുകൾക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അതിൽ പഠിക്കുന്നവരെയും പഠിപ്പിക്കുന്നവരെയും നിന്റെ ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കണമേ. നിന്റെ സത്യത്തെ കുറിച്ചുള്ള അറിവിൽ അവർ പ്രദർശിച്ച് നിന്നെ ആരാധിപ്പാനും തങ്ങളുടെ ആവിഷ്കാരമൊക്കെ നിനക്ക് സേവ ചെയ്യുവാനും നിങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ അരുളണമേ. ആമേൻ. സർവകലാശാലകൾക്കും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം, ദോഷമകന്ന നടക്കുന്നത് തന്നെ വിവേകം, സകല ജ്ഞാനത്തിന്റെ മുറിവിലാകുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, എല്ലാ കലാശാലകൾക്കും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിൽ പഠിക്കുന്നവരെയും പഠിപ്പിക്കുന്നവരെയും നിന്റെ വിശുദ്ധഗീതത്തെ അനുസരിക്കുന്നതിന് ഇടപെടാതെ ജാഗരൂകരായിരിക്കാൻ കൃപ ചെയ്യണമേ. നിന്റെ സത്യത്തെക്കുറിച്ചുള്ള അറിവിലേക്ക് അവർ നടത്തപ്പെടുവാൻ തക്കോണം അവരുടെ പ്രവർത്തനങ്ങളെ ആശ്രയിച്ച് ഐശ്വര്യപ്പെടുത്തണമേ. ഇങ്ങനെ സഭയ്ക്കും രാഷ്ട്രത്തിനും അവരുടെ പഠിത്തം കൊണ്ട് നന്ദ വരുത്തുവാനാകണമേ. അവർ നിന്റെ ജീവന്റെ അനുഭവക്കാരാകണം കൃപ നൽകുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. സഭയുടെ ഭരണസമിതിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. അവൻ നമ്മുടെ സഹായവും പരിചയമാകുന്നു. സൗമ്യതയുള്ളവരെ നീതിയിൽ നടക്കി തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വെളിച്ചമതിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമേ, ഞങ്ങളുടെ എല്ലാ സംശയങ്ങളും നിശ്ചയമില്ലായ്മയിലും ഞങ്ങൾ എത്തിച്ചെയ്യുവാൻ നിനക്ക് ഇഷ്ടമായിരിക്കുന്നുവെന്ന് ചോദിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. എല്ലാ തെറ്റായ തിരഞ്ഞെടുപ്പിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടതിനും ജ്ഞാനത്തിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. ജ്ഞാനത്തിന്റെ ആത്മാവിനെ നൽകി നിന്റെ പ്രകാശത്തിൽ പ്രകാശം കാണുകയും നിന്റെ നേരെയുള്ള പാതയിൽ ഞങ്ങൾ ഇടറിപ്പോകാതിരിക്കുകയും ചെയ്യുവാൻ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ അരുളണമേ. ആമേൻ. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നുറുങ്ങിയ ഹൃദയമുള്ളവരെ അവൻ കടാക്ഷിക്കുന്നു. അവരുടെ രോഗങ്ങളെ സൗഖ്യമാകുന്നു. ജീവന്റെയും ആരോഗ്യത്തിന്റെയും ദാതാവായി സർവശക്തനായ പിതാവേ, സകല രോഗികളെയും ദുഃഖിതരെയും
പ്രത്യേകം ഞങ്ങൾ തിരുസന്നിധിയിൽ ഓർക്കുന്നവരെയും കരുണയോടെ ദർശിക്കണമേ. തിരുവിഷ്ടമായ അവർ ശരീരത്തിലും ആത്മാവിനും സൗഖ്യം പ്രാപിച്ച് വിശുദ്ധ സഭയിൽ നിന്നെ സ്തുതിപ്പാൻ തക്കവണ്ണം അവരെയും അവരെ ശുശ്രൂഷിക്കുന്നതിനും അനുഗ്രഹിക്കണമെന്ന് യേശു മിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. ദൂരസ്ഥരായ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവയുടെ ദൈവം എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങൾ ഇന്ന് ദൂരെയിരിക്കുന്ന എല്ലാവരെയും നിന്റെ കരുണയുടെ സംരക്ഷണത്തിനും കാവലും ഞങ്ങൾ പരമേൽപ്പിക്കുന്നു. നിന്നോടുള്ള സംസർഗത്തിൽ ഞങ്ങൾ സമീപസ്ഥരാകുന്നതിലോ തിരുവോട്ടായി നിന്നകന്നിരുപ്പാൻ അവരെ സംബന്ധിക്കരുത്. ധന്യവും പരിശുദ്ധമായ സംസർഗത്തിൽ ഞങ്ങളെയും അവരെയും കാത്തുകൊള്ളണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. ദക്ഷിണേന്ത്യ സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ സഹോദരി സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാകുന്നു. പെന്തക്കോസ്ത് നാളിൽ പ്രത്യാശയോടും ഐക്യത്തോടും കാത്തിരുന്ന സഭയ്ക്ക് നിന്റെ പരിശുദ്ധാത്മദാനത്തെ നൽകി ദൈവമേ. ഇവിടെ നിന്നെ ആരാധിക്കുന്നവരായ ഞങ്ങളെ അത്ഭുതകരമായ വിധത്തിൽ ഒരു ഏകത്വത്തിലേക്ക് നീ കൂട്ടിച്ചേർത്തിരിക്കുന്നുവല്ലോ. നിന്നിൽ നിന്ന് ഞങ്ങൾ വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുവാനും നിനക്കായി വലിയ കാര്യങ്ങൾ ഉദ്യമിപ്പാനും തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തിലും ആരാധനയിലും ആ പരിശുദ്ധാത്മാവിന്റെ സഹായം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾ നിന്നിൽ ഒന്നായി തീർന്നിട്ട് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നീ അയച്ചുവെന്ന് ആ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ കൃപ ചെയ്യണമേ. അവനും നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥനയിലും നമുക്ക് പങ്കുചേരാം. സർവശക്തിയുള്ള ദൈവമേ, സകലരുടെയും പിതാവായ ദൈവമേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായും ആർദ്രകർമ്മയ്ക്കായും ഞങ്ങൾ നിനക്ക് മഹാവിനിയും മനഃപൂർവ്വമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ശിശുവിനെ പരിപാലിക്കണം. ഈ ആയുസിനെ സകലങ്ങൾക്ക് വേണ്ടിയും എല്ലാ ജന്മേലായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വിലമതിച്ചുകൊണ്ടിന്റെ വിലമതിച്ചുള്ള സ്നേഹത്തിന് വേണ്ടി കൃപാമഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായക്കൂടാതെ നന്ദിയുള്ളവരായിരിക്കേണ്ടതിന് നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച് നിങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുമ്പാകെ നടന്ന് ഇങ്ങനെ ഇടതലുകൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിന് നിന്റെ സകല കരുണകളെ കുറിച്ചതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകലബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്ത് ഏകമനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ നിങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2 or 3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷകളുടെ പ്രകാരം നൽകുന്ന വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും നിങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമെന്ന് നിവൃത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. ഈ സമയത്ത് സഭയെ അറിയിപ്പാനായിട്ടുള്ള അറിയിപ്പുകൾ നൽകുന്നതായിരിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുവേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ വിശുദ്ധ ദിവസവും ദൈവസന്നിധിയിൽ കടന്ന് വന്ന ദൈവത്തെ സ്തുതിപ്പാനായിട്ട് സ്വഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവ് നമ്മെ ഓരോരുത്തരെയും കൃപയായിട്ട് സഹായിക്കുന്നവർക്ക് ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും സ്നേഹത്തെയും ദൈവനാമത്തിൽ അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ ജനറൽ ഓഫർട്ടറി 3500 രൂപ, മന്ത്രി സബ്സ്ക്രിപ്ഷനായിട്ട് ലഭിച്ചത് 31,000 രൂപ, ബ്രൈറ്റ്സ് ഫ്രൂട്ട് സ്പോൺസറിംഗ് ആയിട്ട് ലഭിച്ചത് 45,430 രൂപ, ബർത്ത്ഡേ ഓഫർട്ടറി ആയിട്ട് ലഭിച്ചത് 750 രൂപ, താങ്ക്സ് ഓഫറിംഗ് ആയിട്ട് ലഭിച്ചത് 2000 രൂപ, ഹാർവെസ്റ്റ് ഓഫറിംഗ് ആയിട്ട് ലഭിച്ചത് 52,000 രൂപ. ആകെ 1,34,680 രൂപ. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ നമ്മുടെ സഭാംഗമായിരുന്ന പ്രിയ ശോശാമ്മ ജേക്കബ് ആൻറ്റി ദൈവസന്നിധിയോട് ചേർക്കപ്പെട്ടു. വേർപാടിൻ്റെ ദുഃഖത്തിലിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. ആൻറ്റിയുടെ ഫ്യൂണറൽ സർവീസ് തിങ്കളാഴ്ച ദിവസം ചെന്നൈ CSI മലയാളം ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കും. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിച്ച പ്രിയ ജോസഫ് സാമുരാജനോടുള്ള നന്ദിയും സ്നേഹത്തെയും ദൈവനാമത്തിൽ അറിയിക്കുന്നു. ഈ നാളുകളിൽ നമ്മുടെ സെൻറ്റ് ജെയിംസ് ഫാമിലി പ്രെയർ എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് ക്രമമായിട്ട് നടന്നു വരികയാണല്ലോ. സെൻറ്റ് ജെയിംസ് കോട്ടേജ് പ്രെയർ ഞായറാഴ്ച ദിവസം വൈകുന്നേരം 6 മണിക്കും നടക്കുന്ന വിവരം നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതാണല്ലോ. ഏവരും അതിൽ പ്രാർത്ഥനയോടെ പങ്കെടുക്കാനായിട്ട് ഓർപ്പിക്കും.
ആനുവൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള സംഘടനകൾ എത്രയും വേഗം അത് സബ്മിറ്റ് ചെയ്യേണ്ടതാകുന്നു എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനവും വിവാഹ വാർഷികവും കൊണ്ടാടിയവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം ഗായക സംഘം ഒരു ഗാനം പാടിയതിനു ശേഷം ജന്മദിനവും വിവാഹ വാർഷികവും കൊണ്ടാടിയവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹ വാർഷികം മിസ്സിസ് ജൂലി ഇട്ടിയര ആൻഡ് മിസ്റ്റർ അജിത് ഇട്ടിയര, മിസ്സിസ് ലിലി പേഴ്സി ആൻഡ് മിസ്റ്റർ പെർസിവൽ ചിറ്റേകം, മിസ്സിസ് ഭവ്യ സിബിൻ ആൻഡ് മിസ്റ്റർ സിബിൻ മാത്യു. ജന്മദിനം ഇവാൻ റോൺ കെന്നത്ത്, മിസ്സിസ് ടീന ജോൺ ടി, ടാനിയ മറിയം ജോൺ ആൻഡ് മിസ്റ്റർ ടി എ ദേവസി. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, അവിടുത്തെ കൃപയ്ക്കും കരുതലിനും സ്നേഹത്തിനുമായ സ്തോത്രം. ആയുസ്സിൻ്റെ ഓരോ ദിനവും അതിശയമായിട്ട് ഞങ്ങളെ വഴി നടത്തുന്ന വിധങ്ങൾക്കും വഴികൾക്കുമായിട്ട് നന്ദി കരേറ്റുന്നു. ദൈവകൃപയിൽ ഞങ്ങളെ പൊതിയണമേ. ആരോഗ്യത്തോടും ബലത്തോടും ആയുസ്സോടും കർത്താവെ സൂക്ഷിക്കുന്നതിനായിട്ട് സ്തോത്രം. ജന്മദിനത്തിലൂടെയും വിവാഹ വാർഷികത്തിലൂടെയും ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന അവിടുത്തെ പ്രിയമക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ പുതിയ വർഷം അനുഗ്രഹത്തിന് നന്മയ്ക്ക് മുഖാന്തരമായി തീരുവാൻ കർത്താവ് സഹായിക്കുകയും തുണയ്ക്കുകയും ചെയ്യണം. എല്ലാ നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപ പ്രിയപ്പെട്ടവരോടുകൂടി ഇന്ന് എന്നേക്കും ഇരിക്കുമാറാകട്ടെ. സ്തോത്രദാനങ്ങളെ സമർപ്പിക്കുന്നതായ സമയത്ത് ഞാൻ കീർത്തനങ്ങൾ 283 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ഞാൻ കീർത്തനങ്ങൾ 283 കീർത്തനം ഓൺലൈനായിട്ട് സമർപ്പിക്കുന്നവർ ദയവായിട്ട് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ആ കാര്യം അറിയിക്കണമേ എന്ന് ദൈവനാമത്തിൽ പറഞ്ഞു. രാത്രി ഇതാ വരുന്നു, അധ്വാനം ചെയ്തുകൊള്ളും, പ്രഭാതം മഞ്ഞിൻ കാലെ പുലരും തോറും കാഠിന്യമേറും ചൂടിൽ ചെയ്തുകൊള്ളും പ്രയത്നം. ഞാൻ കീർത്തനങ്ങളിൽ 283 കീർത്തനം. നമ്മയും ഈ ദാനങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സകല നല്ല ദാനങ്ങളെയും ദാതാവായ ദൈവമേ, നിന്റെ ജനങ്ങളുടെ വഴിപാട് കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ലോകത്തിലെങ്ങും
വഴിപാടിനെയും ഇതർപ്പിക്കുന്ന നിന്റെ ജനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ അരുളണമേ. ആമേൻ. ഒടുവിൽ വിശ്വാസമുള്ള ഹൃദയത്തോടെ കർത്താവിന്റെ ആശീർവാദം കൈക്കൊള്ളുവിൻ. ദൈവത്തിന്റെ കരുണയുള്ള കൃപയിലും കാവലും ഞങ്ങൾ നിങ്ങളെ പരമേൽപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആരാധനയുടെ മംഗളമായി ക്രിസ്തീയ ഗീതങ്ങളുടെ 240-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. ക്രിസ്തീയ ഗീതങ്ങളുടെ 240-ാമത്തെ ഗീതം അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം. അടിയാരെ പോവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാത സമയത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തിരുമുമ്പാകെ കടന്നു വന്ന് കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും സ്വഭാവനങ്ങൾ വരുന്നതുകൊണ്ട് കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. നൽകിയിരിക്കുന്ന ആത്മീയമായ കൂട്ടായ്മയ്ക്കായിട്ട് നന്ദി അറിയിക്കുന്നു. ദൈവകൃപയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും പൊതിയണമേ. ഈ പുതിയൊരാഴ്ചക്കാല കർത്താവെ ദൈവസാന്നിധ്യത്തിൻ്റെ മറവിലായി ഞങ്ങളെ മറയ്ക്കണമേ. ആയിരിക്കുന്ന സ്ഥാനങ്ങളൊക്കെ ദൈവത്തിൻ്റെ സ്നേഹവും വാത്സല്യവും അനുഭവപ്പാൻ അവിടെ സഹായിക്കണം. എല്ലാ നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തണം. നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും സ്തോത്രം. വരുന്ന ഒരാഴ്ചക്കാലം കർത്താവെ അവിടുത്തെ സ്നേഹത്തിലും കൃപയിലും ഞങ്ങളെ പുതിയപ്പെട്ടവരായിട്ട് ഞങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളും ജോലി മേഖലകളിലും ഞങ്ങളെ കർത്താവാക്കി വെക്കുന്നിടത്തൊക്കെ വിശ്വസ്തരായിട്ട് വിശുദ്ധിയോടെ ജീവിപ്പാൻ ദൈവമായ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. എല്ലാ നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. കർത്താവ് നമ്മളോട് കൂടെ ഇരിക്കട്ടെ. ആത്മാവോട് കൂടെ നമുക്ക് സമാധാനത്തോടെ പോകാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.